ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം നമ്മൾ കുറേ ദിവസം കൂടിയാണ് ഇന്ന് വീഡിയോ ഇട്ടിരിക്കുന്നത്. എനിക്ക് പനിയായിരുന്നു കേട്ടോ. എനിക്കും മക്കൾക്കും ഒക്കെ പനിയായിരുന്നു. പനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിടപ്പായിപ്പോയി കേട്ടോ. അത്രയ്ക്ക് പനിയായിരുന്നു. ഇപ്പോഴത്തെ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണല്ലോ. ശരീരവേദനയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 3-4 ദിവസമൊക്കെ ആയി പനിയൊക്കെ ആയിട്ട്. ഇപ്പോൾ ഒന്ന് കുറഞ്ഞു വന്നു കേട്ടോ. എന്നാലും സൗണ്ടിനൊക്കെ വ്യത്യാസം കാണും. അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുത്തുമില്ല, ഇട്ടുമില്ല. അന്നേരം ഇന്ന് തന്നെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അന്നേരം നമ്മുടെ അപ്പൂസ് പോയിട്ടില്ല. അപ്പൂസിന് പനിയായിട്ട് വീട്ടിലുണ്ട്. ഞാൻ രാവിലെ എഴുന്നേറ്റ് ചോറും കറിയൊക്കെ വെച്ച് കേട്ടോ, ടിനോപ്പന് കൊണ്ടുപോകാൻ വേണ്ടി. അത് കഴിഞ്ഞ് മിറ്റം ഒന്ന് അടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുവാണ്. അപ്പോൾ ഞാനിന്ന് കുക്കിംഗ് ഒന്നും അധികം അങ്ങനെ ഒന്നുമില്ല കേട്ടോ. കാരണം കുറേ ദിവസം കൂടിയാണല്ലോ നമ്മൾ വീഡിയോ ഇടുന്നത്. അന്നേരം ഞാൻ ഓർത്തു ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടേക്കാവെന്ന്. അന്നേരം ഒരുപാട് കുക്കിംഗ് ഒന്നും ഞാൻ ഉണ്ടാക്കുന്നതൊന്നും കാണിക്കുന്നില്ല. അങ്ങനെ മുറ്റത്തോട്ട് ഇറങ്ങി മുറ്റമൊക്കെ ഒന്ന് അടിച്ചിട്ട് കേട്ടോ. അന്നേരം പനിയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ മുറ്റോടിയും കാര്യങ്ങളും ഒന്നും നടക്കുന്നില്ലായിരുന്നു. അത്യാവശ്യം കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുള്ളായിരുന്നു കേട്ടോ. അന്നേരം നമ്മുടെ പൂക്കളൊക്കെ കുറേ ദിവസങ്ങളായി ഞാൻ വെളിയിലിറങ്ങി വന്ന് നിന്ന് കണ്ടിട്ട്. നല്ലൊരു മഴച്ചാറ്റലൊക്കെ ഉണ്ടിന്ന് കേട്ടോ. ഒന്ന് മൂടാപ്പാണിന്ന്. അന്നേരം നമ്മുടെ ഒരു കിളിക്കൂടാണിത് കേട്ടോ. അന്നേരം അപ്പൂസ് പറഞ്ഞു, അമ്മേ കിളിക്കൂട് എടുക്കെന്നും പറഞ്ഞിട്ട് എന്നെ കൊണ്ട് എടുപ്പിച്ചതാണ്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ. അപ്പം എന്താണ്, രാവിലെ ഞാൻ പുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ ആവി പുഴുങ്ങിയ പുട്ടാണ് കേട്ടോ. അന്നേരം ഒരുപാട് സമയമൊന്നും എനിക്ക് നിൽക്കാൻ വയ്യായിരുന്നു. ഞാൻ അന്നേരം ഇങ്ങനെ അപ്പച്ചെമ്പിനകത്ത് നമ്മുടെ ഇഡലി പാത്രത്തിനകത്ത് വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഏത്തയ്ക്ക പുഴുങ്ങിയെടുത്ത് കേട്ടോ. അന്നേരം ടിനോപ്പൻ രാവിലെ പോകാനായിട്ട് ചോറൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കറിനകത്താണ് ചോറ് വെച്ചത് കേട്ടോ. പനിയൊക്കെ ആയതുകൊണ്ട് അടുപ്പൊന്നും കത്തിക്കാൻ പോയില്ല. അങ്ങനെ തന്നെ ചോറും പിന്നെ ഞാനൊരു മുളക് ചമ്മന്തിയാണ് ഉണ്ടാക്കിയത്. ഇത് നമ്മൾ ഉള്ളിയൊക്കെ നല്ലവണ്ണം വാട്ടിയെടുത്തിട്ട് അതിനകത്തേക്ക് മുളക് പൊടി, പുളിയും ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചതാണ് കേട്ടോ. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. ഇപ്പം പനിയൊക്കെ ആയതുകൊണ്ട് വായിക്ക് രുചിയില്ലാത്തതുകൊണ്ട് മിക്ക ദിവസവും ഞാൻ ഇങ്ങനെ മുളക് ചമ്മന്തി ഉണ്ടാക്കും കേട്ടോ. അന്നേരം ഇത് നല്ലൊരു ടേസ്റ്റാണ്. ഈ പനിയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ചോറാണേലും അപ്പമാണേലും ഒക്കെ കഴിക്കാം കേട്ടോ. അങ്ങനെ ഞാൻ രാവിലെ അതുണ്ടാക്കി. പിന്നെ കുറച്ച് മത്തി, കുഞ്ഞു മത്തിയാണല്ലോ ഇപ്പോൾ എല്ലായിടത്തും, അത് കുറച്ചുണ്ടായിരുന്നു. അതെടുത്ത് വറുത്തു. അതൊക്കെ കഴിഞ്ഞ് അവരൊക്കെ പോയി കഴിഞ്ഞ് അപ്പൂസ് ഇവിടെ ഉണ്ട്, പോയിട്ടില്ല, കിടക്കും കേട്ടോ. അന്നേരം പിന്നെ നമ്മുടെ പെരയ്ക്കെല്ലാം ഒന്ന് തൂക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റിൽ കൂടെ അറിയിക്കണം. കുറേ ദിവസമായി ഞാൻ അങ്ങനെ ഫോണൊന്നും നോക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരുടെ ഒരുപാട് പേരുടെ വീഡിയോ കാണാനുണ്ട് കേട്ടോ. അന്നേരം എല്ലാം ഞാൻ സാവധാനം കണ്ടോളാം. നിങ്ങളാരും പിണങ്ങരുത് കേട്ടോ. അന്നേരം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അന്നേരം നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും പാചകവും ക്ലീനിങ്ങും ഒക്കെയാണ് നമ്മുടെ വീഡിയോയിൽ കൂടി കാണുന്നത്. അന്നേരം എൻ്റെ കൂട്ടുകാരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഞാൻ കുറേ ദിവസം കൂടിയാണ് ഞാനിന്ന് വീഡിയോ ഇടുന്നത്. അന്നേരം കൂട്ടുകാരാരും കാണാതിരിക്കില്ല കേട്ടോ. നിങ്ങളൊക്കെ കണ്ടില്ലെങ്കിൽ പിന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അന്നേരം എല്ലാ കൂട്ടുകാരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ? നിങ്ങളവിടെയൊക്കെ മഴയുണ്ടോ? ഇവിടെ കഴിഞ്ഞ ദിവസമൊക്കെ നല്ല വെയിലായിരുന്നു. പക്ഷേ ഇന്ന് നല്ല ചാറ്റമഴയാണ് കേട്ടോ. രാവിലെ തൊട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മത്തിയൊക്കെ തേണ്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പുട്ട് എടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ. ഞാൻ കഴിക്കാനായിട്ട് ഏത്തയ്ക്കായും പുട്ടുമാണ്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം നമ്മുടെ കവറുകൾ എടുക്കാൻ വേണ്ടി നമ്മുടെ ചേച്ചിമാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹരിതകർമ്മസേനയിൽ
അന്നേരം അപ്പൂസ് വെറുതെ വീഡിയോ എടുത്താണ് കേട്ടോ, ചേച്ചിമാരെയൊക്കെ ഒന്ന് എടുത്താണ്. അപ്പം ഞാൻ എൻ്റെ ചാക്കിൽ ഇങ്ങനെ കവറുകളെല്ലാം ഉണക്കി വെച്ചേക്കും, അതൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് എന്തൊക്കെയോ ഞങ്ങൾ പറയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. അങ്ങനെ അവർ വന്നിട്ട് പോയി കഴിഞ്ഞപ്പോൾ അപ്പൂസിന് പിന്നെ പുട്ടൊന്നും വേണ്ട കേട്ടോ, പനി ആയതുകൊണ്ട് അവനും തീരെ വിശപ്പില്ല. അപ്പം പിന്നെ എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് പുട്ട് വേണ്ട, ഏത്തയ്ക്ക വേണ്ട, ഒന്നും വേണ്ട കേട്ടോ. നമുക്ക് വലിയവർക്ക് തന്നെ പനി വന്നു കഴിഞ്ഞാൽ ഒന്നും വേണ്ടല്ലോ. ഇങ്ങനെ അവർക്ക് കവറൊക്കെ കൊടുത്ത് പൈസയൊക്കെ കൊടുത്തിട്ട് എന്തൊക്കെയോ ഞങ്ങൾ പറഞ്ഞ് ഒന്ന് ചിരിച്ചു കേട്ടോ. ആ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെയാണ് കേട്ടോ, ഞങ്ങളെയും കൂടെ കാണാൻ പറ്റുമല്ലോ ഇതിനകത്തു നിന്നൊക്കെ പറയുവാണ്. അങ്ങനെ അവരൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ അപ്പൂസിന് മാഗി ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ മാഗി ഉണ്ടാക്കാനായിട്ട് ഞാൻ ചെന്നപ്പം അവൻ പറഞ്ഞു, അമ്മേ മാഗി ഞാൻ ഉണ്ടാക്കിക്കോളാമെന്ന് പറഞ്ഞ് മാഗി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അവർ പോയി കഴിഞ്ഞ് ഞാൻ അടുക്കളയിലോട്ട് വന്നപ്പോഴത്തേന് അപ്പൂസ് കണ്ട് മാഗിയൊക്കെ പൊട്ടിച്ച് ഒരെണ്ണം എടുത്ത് വെറുതെ ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ. അല്ലാതെ അതിനകത്തേക്ക് വെജിറ്റബിൾസും ഒന്നും ഇടത്തില്ല, മുട്ടയൊന്നും ഇടുന്നത് അവന് ഇഷ്ടമല്ല. വെറുതെ ഇങ്ങനെ ചൂടുവെള്ളം ഒഴിച്ച് അതിൻ്റെ മസാല കൂടെ ഇട്ട് ഇങ്ങനെ വെന്തെടുക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. അന്നേരം പുട്ടൊക്കെ നമുക്കിവിടെ ഇരിപ്പുണ്ട്, ഏത്തക്കായും ഇരിപ്പുണ്ട്, ഞാൻ അവന് വേണ്ടി വെച്ചതാണ് കേട്ടോ. ഇപ്പം പനി ആയതുകൊണ്ട് മാഗി ഒക്കെ മതിയെന്ന് പറഞ്ഞു, പക്ഷെ കഴിച്ചില്ല കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് കഴിച്ച് കഴിഞ്ഞപ്പം പറഞ്ഞു അതും വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവൻ തന്നെ അതിൻ്റെ മസാലയൊക്കെ ഇട്ട് കവറിനകത്തു നിന്ന് പൊട്ടിച്ച് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ മസാല കേട്ടോ. അങ്ങനെ അതുണ്ടാക്കി കഴിക്കാനായിട്ടിരിക്കുവാണ്, ഫോണും ഒക്കെ പിടിച്ചുകൊണ്ട് കേട്ടോ. അന്നേരം ഞാൻ കഴിക്കാൻ പറയുവാണ്, ഒരു ശകലം കഴിച്ചിട്ട് പിന്നെ അത് അവിടെ വെച്ച് കേട്ടോ. അങ്ങനെ വേണ്ട അപ്പൂസ് അവിടെ ഇരുന്ന് കഴിക്കുന്ന സമയത്ത് ഞാൻ പിന്നെ ഒരു കറി ഉണ്ടാക്കാനായിട്ട് പോയതാണ്. കുറച്ച് ചീരയുടെ തണ്ടിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അന്നേരം ഒരു മാങ്ങായും ഉണ്ടായിരുന്നു, അത് രണ്ടും കൂടെ ഞാൻ ഓർത്തു ഒരു അവിയൽ പോലെ, ചീര അവിയൽ നമ്മൾ വെക്കത്തില്ലേ, കുറച്ച് ചീരത്തണ്ടും ഇച്ചിരി ചീരയും പിന്നെ കുറച്ച് സവാള അരിഞ്ഞ് പച്ചമുളകും അരിഞ്ഞ് ഒരു മാങ്ങായും അരിഞ്ഞ് ഇട്ട് പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് അത് വെന്ത് വരുമ്പോഴത്തേന് കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ സാധാരണ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അത് വെന്ത് വരുമ്പോഴത്തേന് നമ്മൾ സാധാരണ വെക്കുന്ന അവിയലില്ലേ അതുപോലെ തന്നെ അതിൻ്റെ അരപ്പുകളൊക്കെ ചേർത്ത് കൊടുത്ത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. നല്ല ടേസ്റ്റാണ് ഈ അവിയലിന് കേട്ടോ. നിങ്ങളിങ്ങനെ ചീരത്തണ്ടും മാങ്ങായും ഇട്ട് അവിയൽ വെക്കുമെങ്കിൽ പറയണം കേട്ടോ, കമൻ്റ് ഇടണം. അങ്ങനെ തന്നെ നമുക്ക് ഉച്ചക്കത്തേക്ക് ഒരു കറിയൂടെ വെക്കുവാണ്. നല്ലവണ്ണം പെട്ടെന്ന് വെന്ത് വരും. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടെ ചെറിയ ഉള്ളിയും കൂടെ ചതച്ച് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് കേട്ടോ. എന്നിട്ട് അതുമായിട്ടൊന്ന് മിക്സാക്കി അത് കഴിഞ്ഞ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക, കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ കറിക്ക്. അന്നേരം ഇപ്പം നമുക്കിവിടെ കൂടുതലും മത്തിയാണ് കിട്ടുന്നത് കേട്ടോ, കുഞ്ഞ മത്തിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മത്തി കൂട്ടി മടുത്ത് കേട്ടോ, കുറേ ദിവസമായി മത്തി തന്നെയാണ് ഓടുന്നത്. അന്നേരം കുറച്ച് മത്തിയോട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, അതുകൂടെ തീരാതെ പറ്റത്തില്ലല്ലോ. അന്നേരം 2 കിലോ 100 രൂപയ്ക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയതാണ്, കുറേ ഉണ്ടായിരുന്നു. ഓരോ ദിവസവും ഇച്ചിരി എടുക്കും കേട്ടോ. ഇനിയിപ്പം വൈകുന്നേരമാണ് ഞാൻ കുറച്ച് മത്തി കുഞ്ഞുണ്ടായിരുന്നു വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതെടുത്ത് പീര പറ്റിക്കാമെന്ന് വിചാരിച്ചു. അന്നേരം നമുക്ക് കുറച്ച് കപ്പയോടെ പുഴുങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ വേണ്ട മത്തി പറ്റിക്കാൻ വേണ്ടി എല്ലാം എടുത്തിട്ടുണ്ട്, അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് പറ്റിച്ചെടുക്കാം കേട്ടോ. അന്നേരം ഞാനിവിടെ വെള്ളയ്ക്കാണ് പറ്റിക്കുന്നത്, കാന്താരിയൊക്കെ ചതച്ച് ചുമന്നുള്ളിയൊക്കെ ചതച്ചിട്ട് മത്തി പറ്റിച്ചതും കപ്പ പുഴുങ്ങിയതും നല്ല കോമ്പിനേഷനാണ്. അന്നേരം കുറച്ചെടുത്ത് വറക്കാനൂടെ മാറ്റി വെക്കുകയാണ് കേട്ടോ നാളത്തേക്ക്. അങ്ങനെ നമ്മുടെ മത്തിയൊക്കെ ഇവിടെ പറ്റിച്ചു, കപ്പ പുഴുങ്ങിയതും റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയുള്ളൂ കേട്ടോ. അന്നേരം എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരാം. ടാറ്റാ.